എന്താണ്? നിനക്ക് സപ്പോർട്ടായിട്ട് കുറെ അപരാധ വ്ളോഗേഴ്സ് ഉള്ളതാണോ നിന്റെ ധൈര്യം? പിന്നെ സ്വന്തം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയാൽ മതി, ഏത് രീതിയിലായാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയാണ് നിന്റെയൊക്കെ ധൈര്യം. എടാ, 10 പേരുടെ ശാപം ഒരുമിച്ച് നിങ്ങൾ ചെന്ന് മോനെ കണ്ട അപരാധ വീഡിയോകൾ. ഒരു പെണ്ണിനെ പ്രിവിലേജ് കാണുന്നുണ്ട്, അവിടെ വട കാണുന്നുണ്ട്, ഒന്ന് നല്ലോണം സൂം ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യും. വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാമല്ലോ, ഉണ്ടാക്കി താടാ മക്കളെ എന്ന് പറയൂ. കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരുടെ? രേണുസുധിയുടെ. ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടാലും നീ അതിനൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാണ്, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല, സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സജിന, രേണു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഉള്ള കാര്യങ്ങളാണ്. സജിനയുടെ, ശ്രീതുവിൻ്റെ, രേണുവിനെ, ഇവർ 3 പേരെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീതും സജിനയും ഈ രേണുവിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇവർ വീണ്ടും അവർക്ക് വേണ്ടി തന്നെ സപ്പോർട്ട് പറയാൻ ഇറങ്ങിയിട്ടുണ്ട്. അവർ നെഗറ്റീവ് കാണിച്ചാൽ നെഗറ്റീവ് പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിൽപ്പുണ്ട്. പക്ഷേ ഇവർ കാണിക്കുന്ന നെഗറ്റീവ് തന്നെയാണ് മറ്റുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ കൂടെ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ അത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നാത്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 16 വയസ്സ് കാണും ആ കൊച്ചിന്. അതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര നല്ല ആക്റ്റീവായിട്ടിടുന്നത് വീഡിയോ ചെയ്തതെന്നറിയോ? എത്ര നല്ല. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ശരിക്കും ഒന്ന് തയ്യാറെടുക്കണമെങ്കിൽ എടുത്ത് വീഡിയോ ചിലപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും ചില സമയത്ത് നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നുള്ള ചിന്തിച്ചിരിക്കാറുണ്ട്. പക്ഷെ അവൻ നല്ല ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പറഞ്ഞാണ് ആ കൊച്ച് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലത്തുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാത്തിനെയും പറ്റിയും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഒന്നും കാലഘട്ടങ്ങളല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന്. അവർക്ക് ശരി ഏത് തെറ്റ് എന്നൊക്കെ നല്ലപോലെ അറിയാവുന്ന കൊച്ചുങ്ങളാണ്. നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിലാണ് അയ്യോ അത് കുഞ്ഞാണ്, അതിനൊന്നും അറിയത്തില്ല എന്ന്. ഇന്ന് നമ്മൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അത്രയ്ക്ക് സോഷ്യൽ മീഡിയ പുരോഗമിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പുരോഗമനം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഓരോ കാര്യങ്ങൾ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട എന്നൊരു കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യങ്ങളും അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു പണ്ടൊക്കെ കുഞ്ഞിലേക്ക് നമുക്കൊക്കെ പേടി സാമ്പിഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള മനസ്സിലാകുന്നത്. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതലേ അവർക്കറിയാം ഇങ്ങനൊരു സംഭവം കുറച്ച് കഴിയുമ്പോൾ വരും എന്നുള്ളതറിയാം. ചില കുഞ്ഞുങ്ങൾ പറയത്ത് പോലുമില്ല ഇങ്ങനൊരു കാര്യം സംഭവിച്ചെന്നുള്ള കാര്യം. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗങ്ങളായിട്ട് പോകും. പണ്ടൊക്കെ അങ്ങനെയല്ല, ഇതൊക്കെ വരും നമുക്കൊക്കെ പേടിയാണ്. ഞാനൊക്കെ എപ്പോഴും ഓർക്കുന്നത്, എനിക്കൊക്കെ ആ ഒരു സ്റ്റേജ് വന്ന സമയമൊക്കെ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് 16 വയസ്സുള്ളൊരു കുട്ടിയാണ് ഇത് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് സജിന അതിനെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി പരിധി വിട്ടു പോയി പറച്ചിലൊക്കെ. നമ്മളൊരു കൊച്ച് തെറ്റ് ചെയ്താൽ ആ കൊച്ചിനെ നമുക്കത് പറയാവുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ആ കൊച്ച് കാണിച്ചതിനേക്കാൾ അതിനേക്കാൾ താഴേക്കടായിപ്പോയി സജിനയുടെ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ. തീരെ ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാതെ, വെറും കൾച്ചർ ഇല്ലാത്ത വർത്തമാനങ്ങൾ. ഇതിപ്പോൾ പറയുമ്പോൾ ഇനി വീഡിയോ നിങ്ങൾ കണ്ടാൽ എന്നേലും പറയാൻ വരുമെന്ന് എനിക്കറിയാം. ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾക്കെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളെന്ന് പറയുമ്പം പറയും എൻ്റെ പിന്നിലും ആരൊക്കെ ഉണ്ടെന്ന് പറയും. എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. ഞാനല്ല കണ്ടത്, ഞാൻ വന്ന് കണ്ടു. വേറൊരാൾ എനിക്കിതെടുത്ത് അയച്ചു തന്നു. ചേച്ചി വീഡിയോ ചെയ്യുന്നതിന് ജീനയെ റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് ജീന വ്ളോഗ്സിനെ ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കമൻറ്റ് കണ്ടു. ഞാൻ അതിന് സ്റ്റിക്കറോ അതിൻ്റെ താഴെ ഒന്നും പറയാൻ വന്നില്ല. കാര്യം വെച്ചാൽ നിങ്ങൾ റിയാക്ട് ചെയ്യട്ടെ, അന്നേരം ഇല്ല അതിനുള്ള ബാക്കി കാര്യങ്ങളെന്നുള്ള രീതിക്ക്. ഇനിയിപ്പോൾ നിങ്ങളിത് പറയായിരിക്കും നിന്നെ ഒന്ന് ഞാൻ റിയാക്ട് ചെയ്യലടി എന്ന് പറയായിരിക്കും. നിങ്ങൾ ഏത് മൈൻഡിൽ പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. കാര്യം നിങ്ങളോട് എനിക്കൊരു ചെറിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അത് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാനത് പറയുമ്പം എൻ്റെ വീഡിയോ വന്ന് ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെ വിശ്വസിക്കരുത്, ഇവർ 2 വളത്തെ കാലം എടുക്കുന്നത്. ഞാൻ അതൊന്നും അല്ല നോക്കി. നിങ്ങൾ രേണുവിൻ്റെ സൈഡ് നിന്നാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ബിഷപ്പിനോട് നിങ്ങൾ ക്ഷമ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് നിങ്ങളോടൊരു സ്നേഹമൊക്കെ തോന്നിയത്, ബഹുമാനമൊക്കെ തോന്നിയത്, നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയത്. പക്ഷേ അത് മൊത്തം നിങ്ങൾ ഈ ഒരു കൊച്ചിനെ പറഞ്ഞ ഭാഷയെ കളഞ്ഞ് മൊത്തം കളഞ്ഞ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇത്രയും തരം താഴാൻ പറ്റുമോ ഒരു പെണ്ണിൻ്റെ സംസാരത്തിൽ? നിങ്ങളും ഒരു അമ്മയല്ലേ, നിങ്ങൾക്കും ഇല്ലേ 2 മക്കൾ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങളുടെ കുഞ്ഞിനെ വേറൊരാൾ ഇങ്ങനെ ഈ ഒരു ഇതുപോലെ വാർത്ത. പിന്നെ ഇതിൽ സജിന പറയുന്നത് ആ കൊച്ച് രേണുവിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തെന്നാണ് പറയുന്നത്. ആ കൊച്ച് രേണുവിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിലാണോ കുഴപ്പം? ഈ എത്രയോ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എത്രയോ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ളത്, ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ. എത്രയോ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം ഷബീന ബീവിയുടെ ചാനലിനകത്തൂടെ ഒരു വീട്ടമ്മ ഇവരെ ആസിഡ് കോരി ഒഴിക്കുമെന്ന് വരെ പറഞ്ഞു. ഈ രേണുവിനെ ചൂലെടുത്ത് അടിക്കുന്നവർ, മൂത്രത്തിൽ മുക്കി ചൂലെടുത്ത് അടിക്കുന്നവർ പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഇതൊന്നും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണ്ടായിരുന്നോ? അപ്പോൾ അത്രയ്ക്ക് സഖി കെട്ട്. കാര്യം അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വീട്ടിൽ TV ഇല്ല. TV ഇല്ലാത്ത വീട്ടിൽ അവർ ഈ മൊബൈലാണ് കൊച്ചിന് പഠിക്കാൻ കൊടുക്കുന്നത്. അവരും ഒരു വിധവയാന്ന് പറഞ്ഞു, അവരും മക്കളെ വളർത്തുന്നതെന്ന് പറഞ്ഞു.
ആ പുള്ളിക്കാരിയൊക്കെ അത്ര അവർ ഇടുക്കിയിലെങ്ങാണ്ടുള്ളതാണ്. അവർ പറഞ്ഞു ഇവിടെ വീടിൻ്റെ അടുത്തെങ്ങനെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞാൻ ശരിയാക്കിയേക്കുന്നതായിരുന്നെന്ന് പറഞ്ഞു. അവർ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് വന്ന് താമസിക്കുന്നവരാണ്. അവർ തമിഴ്നാട്ടിലൊന്നും ഇങ്ങനത്തെ കോലങ്ങളൊന്നും നടക്കുകയില്ല എന്നും പറഞ്ഞ് അവർ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എൻ്റെ ചാനലിനകത്ത് തന്നെ അവർ ഷബീന ബീബിയുടെ ചാനലിനകത്തുനിന്ന് എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ രേണുവിന് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് നിന്നു. അവർ നല്ലത് ചെയ്തിട്ട് അവരെ മോശം പറയണേ നിങ്ങൾ നിൽക്കേ. ഇത് അവർ തെറ്റ് ചെയ്തിച്ച് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മൊത്തം നമുക്ക് കേൾക്കാം. ആ കൊച്ചിൻ്റെ ചാനലൊക്കെ ഞാനും കാണാറുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇത്രയും എന്തിനെല്ലാം പറഞ്ഞേക്കുന്നത് അതിൻ്റെ അമ്മയെ പറഞ്ഞേക്കുന്നു. അതുപോലെ തന്നെ അത് സെക്സ് വീഡിയോ കാണുന്ന പയ്യനാന്ന് പറഞ്ഞേക്കുന്നു. എന്നതെല്ലാം കാര്യങ്ങളാണ് ഒരു 16 വയസ്സുള്ള ഒരു കൊച്ചിനെ പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പം സജിനയ്ക്ക് എൻ്റെ എല്ലാം കേട്ട് കഴിയുമ്പോൾ എടുത്തുചാട്ടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെന്നുള്ള സജിനയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. സജിനയ്ക്ക് ഭയങ്കര ഇത് തന്നെയാണ് ബിഷപ്പിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ബിഷപ്പിൻ്റെ കാര്യത്തിന് സജിന പറഞ്ഞേക്കുന്നത് അങ്ങേ അറ്റത്തെ വർത്തമാനങ്ങളായിരുന്നു. സജിന അത് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഒരാളെ പറയാനുള്ള മൊത്തം പറഞ്ഞേച്ച് നമ്മളത് ക്ഷമ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു ശിക്ഷ അനുഭവിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ബിഷപ്പിന് എൻ്റെതെല്ലാം നമുക്ക് സത്യം പറയാം നമുക്ക് ഇവരെ ഓടിച്ചിട്ടതല്ലാന്ന് തോന്നും. അതുപോലത്തെ വർത്തമാനമാണ് ഇവരെ ബിഷപ്പിനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കൊച്ചിൻ്റെ കാര്യത്തിന് വന്നിച്ച് പറയുന്നു. ഈ ഒരു വട അതെനിക്ക് എൻ്റെ ചാനലിൽ പറയേണ്ട ഒട്ടും താല്പര്യമില്ലാത്തൊരു വാക്കാണ്. എന്നാലും സത്യം പറഞ്ഞാൽ കഴിക്കുന്ന വട പോലും വെറുത്തുപോയി ഈ ഒരു വാക്ക് കേട്ട്. ഇതാരാണ്? രേണു അല്ലേ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടത്? രേണു അല്ലേ കൊണ്ടുവന്നിട്ട്? രേണു ആ മീഡിയക്കാരന്മാർ അമ്മമാരെ ചോദിച്ച് രേണുവിന് അത് മോശം വാക്കെന്നറിയാം. രേണുവിന് പറയല്ലേ ഇത് നിങ്ങൾ പബ്ലിക്കിലേക്ക് വിടരുത്, എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള സംസാരം. എന്നാൽ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയുടെ കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെ. വീണ്ടും അതെടുത്ത് ന്യായീകരിച്ച് കൊണ്ടുവന്ന ആരാണ്? അപ്പോൾ അതിന് പ്രതികരിക്കുന്നതിനാണോ കുഴപ്പം? ആ ഒരു കൊച്ച് പ്രതികരിക്കുന്നെങ്കിൽ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. അതെന്നെ നിങ്ങൾ ചിന്തിക്കാത്തത്? നമുക്കെല്ലാം ഇത് വീഡിയോ ഒത്തിരി നീണ്ടുപോകും ചിലപ്പോൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മൾ പ്രതികരിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒത്തിരി നീണ്ടുപോകും. ഇവർ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇനി ഓരോ കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തു പോകാം. അതാണ് നല്ലത്. അത് വളരെ വൾഗറായിട്ടുള്ള ഒരു തമ്പനയിലൊക്കെ വെച്ചൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ചെന്നൊരു കമൻറ്റ് ഇട്ട്, അതിന് നിനക്കെന്താ മോനെ, നീ പോയിരുന്ന് പഠിക്കും. ആ ഒരു വാക്ക് അവന് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറിയായിട്ട് തോന്നി. മനസ്സിലായ? ആ വാക്ക് അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ തെറിയാണ്. മോനെ പോയിരുന്നു പഠിക്കൂ എന്ന് പറയുന്നത്. അവൻ ആ ഒരു കമൻ്റ് എടുത്തു വെച്ച് മാത്രം എനിക്കൊരു റിയാക്ഷൻ വീഡിയോ ഇട്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ ഇത് ചീള് കേസ്, ഇതിനൊക്കെ എന്താ റിയാക്ഷൻ വീഡിയോ കൊടുക്കാനാ? വിട്ട്. വീണ്ടും പറഞ്ഞ അവനിട്ട്, അതും വിട്ട്. പക്ഷേ ഈ ഒരു ചേട്ടൻ, ഈ അനിൽചന്ദ് എന്ന് പറയുന്ന ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. സ്വന്തം തന്തേം തള്ളേം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ കണ്ട് ഒരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല അവൻ ചെയ്തത്. അവൻ ആ വീഡിയോ എടുത്ത് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് തിരിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടത്. ഇത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും അറിവോട് കൂടി ആയിരിക്കുമല്ലോ ഇവൻ ഇത് ഇടുന്നത്. അപ്പോൾ അവരുടെ കൾച്ചർ എത്രത്തോളം ഉണ്ടെന്ന് ഈ ചെറുക്കൻ്റെ വായിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, ഈ അനിൽചന്ദ് എന്ന് പറയുന്ന ചേട്ടാ അമ്മാവ പറഞ്ഞു, ശരി അമ്മാവോ, അയ്യോ അമ്മാവോ പറഞ്ഞ് കളിയാക്കിയുള്ള സംസാരം. ഈ അമ്മാവൻ എന്ന് പറയുന്നത് അമ്മയുടെ ആങ്ങളെയാണല്ലോ. അപ്പോൾ ഇവൻ്റെ കൾച്ചർ ഇതാണ്. അവൻ്റെ അല്ല, ഈ അമ്മാവ എന്നുള്ളത് വലിയ തെറിയാണോ? സജിന പറഞ്ഞു കൊച്ചിനോട് പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു മോശം വാക്കായിട്ട് അവൻ കരുതിയെന്ന്. അവനെയും കളിയാക്കിയല്ലേ പറഞ്ഞത്, നീ പോയിരുന്നു വല്ലതും പഠിക്കേ, ഈ പരിപാടി നിർത്തിച്ച് പോകുന്നത്. അത് സ്നേഹത്തോടെയൊന്നും ആയിരിക്കുമല്ലോ പറഞ്ഞത്. രേണുവിനെ എന്തെങ്കിലും റിയാക്ട് ചെയ്ത് വീഡിയോയിലായിരിക്കും ചെന്ന് പറഞ്ഞത്. പിന്നെ ഈ അമ്മാവ എന്ന് പറഞ്ഞത് ഇപ്പം അവൻ എന്നാണേലും ഞാൻ കണ്ടിട്ടുണ്ടോ കൊച്ച് അത് വീഡിയോ ചെയ്യുമ്പോൾ രേണു ചേച്ചി എന്നേ അത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ രേണുവിനെ വേറെ രേണു എന്നൊന്നും പേരെടുത്ത് രേണു ചേച്ചി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യുന്നിട്ടുള്ളത്. ആ ഇതിലൂടെ പറയുന്നിടത്ത് അമ്മാവ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇങ്ങനെ കുറേ പേര് ഈ എന്നതാ വെള്ളപൂശാൻ നടപ്പുണ്ട്. കുറേ ആണുങ്ങളുമുണ്ട്, കുറച്ച് പെണ്ണുങ്ങളുമുണ്ട്. അതെല്ലാം ഇവരുടെ ഒരു ആൾക്കാരാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ മക്കൾക്ക് ഫോൺ കൊടുക്കുമോ, ഫോണിലൂടെ മക്കളെ കൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കൊച്ചു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തത്. ഓക്കെ, അവൻ്റെ ആ കഴിവ് ഉള്ളതുകൊണ്ട് അവനത് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒന്നും വീട്ടിലെ കുഞ്ഞുങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? ഫോൺ ഈ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇതിനകത്ത് തുറന്നു വെച്ചാൽ എന്നതാ ഉള്ളതല്ല കാര്യമെന്ന് പറയട്ടെ. ഈ രേണുകുണിയുടെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കാണിക്കും, ഞാൻ ഇതേ ചെയ്യുള്ളൂ. നിങ്ങൾ ആദ്യം അവളെ നേരെയാക്കാൻ നോക്ക്. അമ്മയുടെ ആങ്ങളെയാണല്ലോ. അപ്പോൾ ഇവൻ്റെ കൾച്ചർ ഇതാണ്. അവൻ്റെ വീട്ടിലുള്ള അമ്മയായാലും അമ്മയുടെ സഹോദരങ്ങളെ ആയാലും ബാക്കിയുള്ള ബന്ധുക്കളെ ആയാലും കാണുന്നത് ഈ ഒരു രീതിക്കാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ചെറുക്കൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് കാറ്റഗറി പെട്ടതാണെന്നുള്ളത്. എന്തായാലും ആ പോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. ഈ അനിൽചന്ദ് വീഡിയോ ആയിട്ടല്ല കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് തോന്നി. മാത്രമല്ല വേറെ 2 ചെറിയ പാർട്ടുകളും ഉണ്ട്. അപ്പം മിണ്ടാതിരിക്കും തോറും ഇവൻ നമ്മുടെ അണ്ണാക്കിനകത്ത് കമ്പിട്ട് കുത്തി നമ്മളെ കൊണ്ട് ഛർദ്ദിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഛർദ്ദിക്കുന്നത് നിനക്ക് ദോഷമോനെ, നീ വാരേണ്ടി വരും. ഓക്കെ, വായിച്ചു.
ഈ ഒരാളുടെ പോസ്റ്റ് ഞാനും കണ്ടായിരുന്നു. ആ കൊച്ചിനെ നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള ഇതായിട്ടുള്ള പോസ്റ്റ് കണ്ടായിരുന്നു. അതിൻ്റെ പ്രായത്തിൽ കൂടുതൽ സംസാരമാണ് അത് പറയുന്നതെങ്കിൽ അതിൻ്റേതായ രീതിക്ക് അത് റിയാക്ട് ചെയ്യാമായിരുന്നു സജിനയ്ക്ക്. ഇപ്പോൾ സജിനയുടെ ക്വാളിറ്റി എന്നായി? സജിനയുടെ ക്വാളിറ്റിക്ക് ക്വാളിറ്റി എന്നാന്നൊന്ന് പറ. അതിൻ്റേതായ രീതിക്ക് മാന്യമായിട്ട് കൊടുക്കാൻ. ഇത് ഒരുമാതിരി വെപ്രാളപ്പെട്ട് എനിക്കറിയാൻ മേല എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് അറിയാൻ മേലാതെ കിടന്ന് വലിച്ചു കീറി പറയുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ആ കൊച്ച് ക്വാളിറ്റി, ഓരോ മനുഷ്യ ആ കൊച്ചിൻ്റെ ക്വാളിറ്റി കേൾക്കാണ്ട് സജിന ആരാണ്? സജിന സപ്പോർട്ട് നിൽക്കുന്ന ആൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. പ്രായമായി 10-22 വയസ്സ് വരുന്ന ചെറുക്കനുണ്ട്, മൂത്തിറക്കൻ അതുണ്ട്. ഇളയ ഒരു കൊച്ച് വളർന്നു വരുന്നു. ഒരമ്മേനെ ആണുങ്ങൾ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുവാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ആളുടെ കയ്യിലിട്ട്. ഇതൊക്കെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ കണ്ണിൽ ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം പറയും ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചായിരുന്നെന്ന് പറയും. പ്രതികരിച്ചെങ്കിൽ നിങ്ങൾ പ്രതികരിച്ച് വെച്ചിരിക്കുക. എല്ലാവർക്കും ഓരോന്നായി പ്രതികരിക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കുന്നു. ഈ പയ്യൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പേര് വീണ്ടും പരാമർശിച്ചു. ഇനി റിപ്ലൈ ഞാൻ തരുമെന്ന് കരുതേണ്ട. മോനെ, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് കറക്റ്റായ ചോദ്യമാണ്. 2-3 ദിവസത്തിനകം വെച്ച് ഇവർ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇമാതിരി പോക്കൃത്തരം കാണിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കണ്ട അപരാധ വീഡിയോകൾ എടുത്ത് സെർച്ച് ചെയ്യുക, അത് കണ്ട് സൂം ചെയ്യുക, കണ്ട് ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ടാണല്ലോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഏജിൽ ഒരു 15-16 വയസ്സ് അതിൽ കൂടുതലില്ല ഈ ചെറുക്കന്. അപ്പോൾ കൂടിപ്പോയാൽ +1 +2 ആ ക്ലാസ്സിലാണ് ഇപ്പം പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ആയാലും ഇവൻ വട കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പ്രിവിലേജ് കണ്ടിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തു. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടല്ലേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികളെ ഇവൻ ഏത് കണ്ടുകൊണ്ടായിരിക്കും കാണുന്നത്? പെൺകുട്ടികളാ. ചേച്ചിയുടെ പറഞ്ഞാൽ കണ്ടു ഇവർ വട എന്ന് കണ്ടാൽ കൊള്ളാമല്ലോ എന്നൊരു ആക്ഷൻ വരാതിരിക്കും സ്വാഭാവികമായിട്ട് മനസ്സിൽ വരും. ഒരു വീഡിയോ കാണുമ്പോൾ അത് എത്ര പ്രാവശ്യം നമ്മൾ സൂം ചെയ്തും എത്ര പ്രാവശ്യം വിലയിരുത്തി കണ്ടതിന് ശേഷമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ആ തന്തയും തള്ളയും നമിച്ചു. നിന്നെ ഞാൻ നമിച്ചു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ കൊച്ച് ആ ഒരു ചേച്ചിയുടെ വട എങ്ങനെ ഇരിക്കുന്നു, ആ വട പോലാണ് ഇവർ ഇരിക്കുന്നത്. ആ ചേച്ചി കാണിച്ചിട്ടല്ലേ ആ കൊച്ചിങ്ങനെ പറഞ്ഞത് ഇല്ലേ? ആ കൊച്ച് റിയാക്ട് ചെയ്തു. റിയാക്ട് ചെയ്യാതെ ഈ വീഡിയോ എത്ര കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും? ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഈ ഒരു ചിന്ത വരത്തില്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു ചിന്ത വരത്തില്ലേ? എൻ്റെ അടുത്തിരിക്കുന്ന ഒരാടെ എങ്ങനെ ഇരിക്കും, ഞാൻ ചേച്ചിയുടെ പോലാണോ എന്ന് തന്നെ അത് തോന്നത്തില്ലേ? സജിന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടെങ്കിലും സംസാരിക്കുക. ആ കൊച്ച് അതുപോലെ സൂം ചെയ്ത് നോക്കിയിട്ട്, ഇത് ഇത്ര പേര് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തൊട്ട്. ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ കൈ മുതൽ ഫോണുണ്ട്. കാര്യം അവർക്ക് ക്ലാസ്സിൽ നോട്ടുകൾ വരുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് അവർ ഫോൺ ഉപയോഗിക്കാറുണ്ട്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ് പിള്ളേരെല്ലാം ഫോൺ ഉപയോഗിക്കുന്നില്ലേ? ആ കുഞ്ഞുങ്ങളും ഫോൺ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇനി കുഞ്ഞു പിള്ളേരെടുക്കുമ്പോൾ നമ്മൾ കീഴേ ഇരിക്കാൻ നോക്കുക. അവരെ പഠിപ്പിക്കാൻ മാത്രം നമുക്ക് ഫോൺ കൊണ്ടിരിക്കുന്നത്. ഇച്ചിരി മുതിർന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ, ഒരു 10ാം ക്ലാസ് തൊട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ 24 മണിക്കൂർ അപ്പനമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? അവർ പഠിക്കുന്നത് നോക്കിയുണ്ട്. അടുക്കള വേറെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? അവർ പഠിക്കേണ്ട ഫോൺ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിൽ കയറി ഒരു വീഡിയോ കാണണം, ക്ലാസ് കാണണം എന്നെങ്കിലും പറയുമ്പോഴത്തേക്ക് പറ്റത്തില്ല, നീ പഠിക്കണ്ട എന്നും പറഞ്ഞാൽ നമുക്ക് ഈ അവരതും കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക്? ഇപ്പം പറഞ്ഞു എന്തുവാ? ശരിക്കും ആരെ പറ്റിയാണ് പറഞ്ഞത്? രേണുവിനെ പറ്റിയല്ലേ ഇപ്പോൾ ഈ അപരാധം എന്ന് പറഞ്ഞത് അല്ലേ? അതാണ് ഞാൻ ചിരിച്ചത്. അവൾ കാണിക്കുന്നത് അതാന്നുള്ളത് അറിയാം. എന്നിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് പണ്ട് എൻ്റെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അവനവൻ്റെ ഇത് മോശമായി പോയതിന് നാട്ടുകാരെന്തിനാ പറയുന്നതെന്ന് എങ്ങനെ ഇത് പറയുമല്ലോ. അവനവൻ്റെ ഇരിക്കുന്ന സ്വർണ്ണം പിച്ചളയായി പോയതിന് നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യം തട്ടാനെ പറഞ്ഞിട്ട് കുറ്റമില്ലെന്നോ അങ്ങനെ എൻ്റെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതിനൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തോ എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നത്. രേണു മോശമാണ്. ആ രേണു മോശമെന്ന് പുള്ളിക്കാരിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് പറയുന്നൊരു മോശക്കാരുമായി പോകുന്നുണ്ട്. ആ ഒരു കൊച്ചിനെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെയാണ്. അത് പഠിക്കുന്നുണ്ടോ എന്ന് അതിൻ്റെ വീട്ടുകാരെ നോക്കിക്കണം. പുള്ളിക്കാരി എന്തിനാണ് അത് അന്വേഷിക്കുന്നത്? ഈ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ പോകുന്നുണ്ടോ? നാട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്നാ തോന്നിയാസങ്ങൾ കാണിക്കുന്നതെന്ന് അന്വേഷിച്ചെടുക്കുന്ന ആളാണോ ഈ പറയുന്ന ഒരു വ്യക്തി? ഇതൊന്നുമല്ല. രേണുവിനെ പറഞ്ഞതാണ് പ്രശ്നമായത്. അല്ലാതെ ആ കൊച്ച് ചെയ്തതോ എടുത്തതോ ഒന്നുമല്ല വിഷയം. ഇതിപ്പോൾ വേറെ ആരെങ്കിലും പറ്റി അത് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്കാരി ഇത് അനങ്ങുകയില്ലായിരുന്നു. ഇങ്ങനൊരു സംഭവം സംസാരിക്കാനേ പോകുകയില്ലായിരുന്നു. ഇത് രേണുവിനെ പറഞ്ഞു, അതാണ് ഇവർക്ക് നൊന്തത്. നിന്റെ സ്കൂൾ അധികൃതർ ഇതൊന്നും കാണുന്നില്ലേ? ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് സൂം ചെയ്ത് നോക്കുന്ന നിന്റെ സഹപ്രവർത്തകരെ പോലും അവരുടെ അറിവില്ലാതെ ഉൾപ്പെടുത്താൻ മടിക്കില്ലല്ലോ. സത്യം. പോലീസ് ഭാഷയിൽ ഇതിനൊരു പേരുണ്ട്, ഹാബിറ്റ്വൽ ഒഫൻഡർ. ഇങ്ങനെയുള്ളവരെയൊക്കെ പോലീസ് കൃത്യമായി മോണിറ്റർ ചെയ്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനം നമ്മുടെ സൈബർ സെല്ലിലും ഗവൺമെൻറ് സെക്ഷനിലും നിലവിലുണ്ട്. അവരൊക്കെ നിന്നെ കിട്ടിയാൽ നീ ഒന്ന് അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം പൊക്കുന്നത് നിന്നെയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞെ, നീ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പെരുമാറുക. നിന്റെ സ്കൂൾ അധികൃതർ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരും ഇടപെടും. കാരണം സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കും. ഇവരോടൊപ്പം പഠിക്കുന്ന മറ്റു കുട്ടികളും ശ്രദ്ധിക്കുക, അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഇങ്ങനെ കൃത്യമായ സ്വഭാവ ഗുണം കാണിക്കുന്ന ഹാബിറ്റ്വൽ ഒഫൻഡേഴ്സ് സമൂഹത്തിൽ ശ്രദ്ധിച്ച് നോക്കി കാണേണ്ടവരാണ്.
രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ ആരുമായി ഇടപെടുന്നു എന്ന് പരിശോധിക്കുക. ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളുടെ ബന്ധം അപകടം നൽകും. പയ്യൻ വീഡിയോയിൽ പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരും സഹോദരിമാരും ചേട്ടന്മാരും സഹപ്രവർത്തകരും ഉണ്ടെന്ന് ഈ പയ്യൻ പറയുന്നു. ഈ സപ്പോർട്ട് ചെയ്യുന്നവന്മാരടുത്തും ഞാനൊരു ചോദ്യം ചോദിക്കാം. നിന്റെയൊക്കെ വീട്ടിലും ഈ ഏജിലുള്ള കൊച്ച് കാണുമല്ലോ, 15-16 വയസ്സുള്ള കുട്ടികൾ കാണുമല്ലോ. എന്തേ നീയൊക്കെ ഫോൺ കൊടുത്തിട്ട് മോനെ കണ്ട അപരാധ വീഡിയോകൾ സെർച്ച് ചെയ്ത് അത് സൂം ചെയ്ത് നീ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ട് കാശുണ്ടാക്കി താടാ എന്നുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? വീണ്ടും വീണ്ടും സജിന രേണുവിൻ്റെ വീഡിയോനെ പറയുന്ന പേര് നിങ്ങൾ കേട്ടോ. ആ ഒരു വീഡിയോ ആണെന്നുള്ളത് പുള്ളിക്കാരിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇപ്പം ഇവർ പറയുന്നത് ഈ രേണു കുളിക്കാൻ കയറിയ സമയത്ത് ഒളിക്യാമറ വെച്ച് പിടിച്ചതല്ല ആ കൊച്ചു പബ്ലിക്കിലേക്ക് വിട്ടത്. രേണു പബ്ലിക്കിൽ കിടന്ന് കാണിച്ച കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ശരി, അത് കേസാകും. രേണുവിനെ പോയി രഹസ്യമായിട്ട്, അല്ലെങ്കിൽ രേണുവിൻ്റെ ബെഡ്റൂമിൽ പോയി, അല്ലെങ്കിൽ രേണു കുളിക്കുന്നിടത്ത് പോയി, അല്ലെങ്കിൽ രേണു ഡ്രസ്സ് മാറുന്നിടത്ത് പോയി, അവിടെ എവിടെയെങ്കിലും ചെന്ന് ഈ കൊച്ച് ഈ പറയുന്ന സംഭവം വീഡിയോ എടുത്തതാണെങ്കിൽ ഓക്കെ. അല്ലല്ലോ, ഇത് എല്ലാ ചാനലുകാരും എടുത്തിട്ട് അരക്കിയ ഒരു കേസ് കേട്ടാണിത്. പിന്നെ ഈ ഒരു സംഭവം എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോൾ ചോദിച്ചല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല, ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് തന്നെ നിങ്ങൾ ചിന്തിക്കാത്തത്. ഇങ്ങനെ ഇടുന്ന ഒരു വീഡിയോ ഈ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ, അതിനെന്നെ നിങ്ങൾ പ്രതികരിക്കേണ്ടേ? നിങ്ങൾക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ 16-17 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, നിങ്ങൾ പറയുന്നല്ലേ +2, +1, +2 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഞാൻ എൻ്റെ മകനോട് ഞാൻ പറയും, മോനെ ഇന്ന വീഡിയോ വന്നാൽ നിങ്ങളത് നോക്കണ്ട, നമുക്ക് പറയാനേ പറ്റുള്ളൂ. നമ്മുടെ മക്കളോട് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളാണ്, അവരുടെ പ്രായം അതാണ്. അവരെടുത്ത് വരുന്ന വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ അവരത് എന്നാന്നൊന്ന് നോക്കാനായിട്ട് ചിലപ്പോൾ നോക്കിയെന്നിരിക്കും. അത് എത്ര നമ്മൾ സൂക്ഷിച്ച് നല്ലതായിട്ട് വളർന്നു, അതിന് അപ്പനും അമ്മയും മോശക്കാരാകുന്നതുകൊണ്ടല്ല കുഞ്ഞുങ്ങൾ അങ്ങനെ ആകുന്നത്. അപ്പനും അമ്മയ്ക്കും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടും അല്ല ആകുന്നത്. അങ്ങനെയുള്ള വർത്തമാനങ്ങൾ സജിന നിർത്തുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ കൊച്ചിൻ്റെ അപ്പനെയും അമ്മയും എല്ലാം പറയുന്നുണ്ട് മോശമായിട്ട്. ആ കൊച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള രീതിക്ക് സംസാരിക്കാം. രേണു കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് രേണുവിൻ്റെ അപ്പനെയും അമ്മേനെയും എല്ലാവരും തെറി വിളിച്ചാൽ നിങ്ങൾ സമ്മതിച്ച് തരുമോ? നിങ്ങൾ ചോദിക്കില്ലോ, വീട്ടിൽ ഇരിക്കുന്നവർ എന്നത്തിനാണ് തെറി വിളിക്കുന്നത്, രേണു അങ്ങനെ ചെയ്യുന്നതിന് എന്നത്തിനാണ് പറയുന്നതെന്ന് ചോദിക്കത്തില്ലേ? ആ കൊച്ച് ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തു. ഇനി അത് നിങ്ങൾക്ക് ആ ചെയ്തതിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർ ഫോണിലൂടെ എല്ലാ കാര്യം നമ്മൾക്കറിയാവുന്നതൊക്കെ കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയാം. നിങ്ങൾ ആ കൊച്ച് റിയാക്ട് ചെയ്തതിനെ പറ്റി മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്, ഇത് എത്ര കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വഴിതെറ്റി പോകും. നിങ്ങൾ ഇന്ന് വരെ ഒരു അല്ലാത്തൊരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് കണ്ട് ഞാൻ സത്യം പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഞാൻ അഭിലാഷം എന്ന് പറഞ്ഞ അവർ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഞാൻ ചെയ്തേക്കാം, വീണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം ചെയ്യുന്ന എന്നതിനാന്ന് ചോദിച്ചാൽ ഇത് കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഫോൺ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. ഞാൻ രേണുവിൻ്റെ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാത്തൊരു ഇങ്ങനെയുള്ള ആരെന്നെ കാണിച്ചാലും ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം ഞാനും ഒരു അമ്മയാണ്. നമ്മൾക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സ് വേണ്ട ഇപ്പോഴെന്ന് പറഞ്ഞാൽ. ഒരു 12 വയസ്സ് മുതലേ എല്ലാ കുഞ്ഞുങ്ങളും എന്നതിലേക്കാണ് ഒരു വഴിതെറ്റി പോകുന്നതെന്ന് പറഞ്ഞാണിരിക്കുന്നത്. നമ്മൾ കാത്തു സൂക്ഷിച്ച് നമ്മൾ പുറകെ കൂടെ നടന്ന് നമ്മൾ നോക്കിയാൽ പോലും നമ്മുടെ കണ്ണ് തെറ്റിയാൽ ഒരു നിമിഷം അതാണ് കാലഘട്ടം. അല്ലാതെ നമ്മൾ വളർത്തുന്നതിൻ്റെ കുഴപ്പമൊന്നുമല്ല കുഞ്ഞുങ്ങളൊരു തെറ്റായ രീതിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ. എത്രയോ നല്ല അപ്പൻ്റെ അമ്മയുടെ മക്കൾ മോശം രീതിക്ക് പോകുന്നു, എത്രയോ മോശമായിട്ട് ജീവിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ മക്കൾ നല്ല രീതിക്ക് വരുന്നു. അപ്പോൾ അതൊന്നുമല്ല, സിറ്റുവേഷനാണ് കുഞ്ഞുങ്ങളെ ഓരോ ഇതിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്നത്. സജിന ഇത്രയും പറയുന്നിടത്ത് സജിന എന്നെ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്. നിങ്ങൾക്കും ഇല്ലേ 2 കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? റിയാക്ഷൻ വീഡിയോ ചെയ്തത് മാത്രമാണ് ഒരു കൊച്ചു ചെയ്ത കുറ്റമെങ്കിൽ അതിനേക്കാൾ ഇരട്ടി കുഞ്ഞുങ്ങൾ ഈ ഒരു സംഭവം കാണുന്നുണ്ട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തുണ്ടായാൽ കാണാൻ നല്ല രസമായിരിക്കും. സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ അല്ലേ? ബാക്കി വായിക്കാം. ഈ പയ്യൻ പറയുന്നുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ സഹോദരിമാരും ചേട്ടന്മാരും സഹപ്രവർത്തകരും ഉണ്ടെന്ന് ഈ പയ്യൻ പറയുന്നു. അപ്പൊ ആ അദ്ദേഹത്തിന് നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ന്യായീകരിക്കുക. നിങ്ങളുടെ മക്കളെ ഇത്തരത്തിൽ സൂം ചെയ്ത് റിയാക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നു. എന്ത് നിങ്ങളുടെ നിലപാടാണ്? കറക്റ്റ് ചോദ്യമാണത്. നന്നാവാൻ ഒരു അവസരം നൽകി, പ്രായത്തിന്റെ പരിഗണനയും നൽകി, ഉപദേശം നൽകി. എന്നാൽ ഇനിയും തെറിവിളികൾ പ്രോത്സാഹിപ്പിച്ചാൽ നിയമത്തിന്റെ വഴി തുറന്നിരിക്കുന്നതാണ്. ഇവന്റെ പേര് വീണ്ടും പരാമർശിച്ചുകൊണ്ട് എന്റെ നിലവാരം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു മറുപടി ഇവന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെറുക്കനെ കുറിച്ച് റിയാക്ട് ചെയ്യാത്തത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ എന്നുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കിടന്ന് വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായ? ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഫോൺ കൊടുക്കും മക്കളെ കൊടുത്തിട്ട് നിങ്ങൾ ചെന്ന് മോനെ കണ്ട അപരാധ വീഡിയോകൾ, ഒരു പെണ്ണിനെ പ്രിവിലേജ് കാണുന്നുണ്ട്, അവിടെ വട കാണുന്നുണ്ട്, ഓരോ നല്ലോണം സൂം ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യും. വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാമല്ലോ, ഉണ്ടാക്കി താടാ മക്കളെ എന്ന് പറയൂ.
ഈ ഒരു കാര്യത്തിനാണ് പുള്ളിക്കാരി ഇത് പറയുന്നു തന്നെ. ആ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഏത് ഭാഗങ്ങളാണ് അത് സൂം ചെയ്യുക, എടുക്കുക, റിയാക്ഷൻ ചെയ്യുക എന്ന് ഓരോ പേരൻസും മക്കളോട് പറയാമെന്ന്. അന്ന് എൻ്റെ കൂട്ടുകാരി ചെയ്യുന്ന തെറ്റാണ്, അത് തിരുത്താൻ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ കൊച്ചിനെ നിങ്ങൾ ഉപദേശിക്കാൻ നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞു രേണുവിനെ വിളിച്ച് ഫോണിലൂടെ സംസാരിച്ചാൽ അവൾക്കത് മനസ്സിലാകുകയില്ല, അവൾ അന്നേരം അത് കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന് നിങ്ങളൊരു വീഡിയോ റിയാക്ട് ചെയ്തായിരുന്നു. എന്നിട്ട് പിന്നെ നിങ്ങളത് കട്ട് ചെയ്ത് ഓരോന്നും ചെയ്തു. അപ്പോൾ നിങ്ങൾ അത്രയും പ്രായം ചെന്ന് ഒരുത്തി തോന്നിവാസങ്ങൾ കാണിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങൾ ഈ കൊച്ചിനെ എന്നത്തിനാണ് ഉപദേശിക്കാൻ നിൽക്കുന്നത്? എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത്? ആ കൊച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായമെന്നല്ല ഞാൻ പറയുന്നത്. അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ്റെ പ്രായത്തിൽ കൂടിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. ആ കൊച്ച വീഡിയോ റിയാക്ട് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്നത്, എത്രയോ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നുണ്ടെന്നുള്ളതും കൂടി ചിന്തിക്കുകയാണ്. ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട്, ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഫോൺ എടുത്ത് കൊടുക്കും മക്കളയില്, കൊടുത്തിട്ട് നിങ്ങൾ ചെന്ന് മോനെ കണ്ട അപരാധ വീഡിയോകൾ, ഒരു പെണ്ണിനെ പ്രിവിലേജ് കാണുന്നുണ്ട്, അവിടെ വട കാണുന്നുണ്ട്, 1 3 നല്ലോണം സൂം ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യും. വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാമല്ലോ, ഉണ്ടാക്കി താടാ മക്കളെ എന്ന് പറയൂ. നിങ്ങൾ അങ്ങനെ കാണിച്ചോളി. ഇവൻ ചെയ്യുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇതിലോട്ട് ഇറക്ക്. എന്തുകൊണ്ട് ഇറക്കുന്നില്ല? ആ കാശ് കിട്ടിയാൽ കഴിക്കുവോ അതോ പുളിക്കുവോ? അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ വല്ലവന്റെ അമ്മയ്ക്കും ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. അതാണ് ആറ്റിറ്റ്യൂഡ്. പിന്നെ ഇവന്റെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എനിക്കെതിരെ ഇവൻ നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ഇട്ടത് എന്താണെന്ന് മനസ്സിലായിരുന്നല്ലോ. പോയിരുന്ന് പഠിക്കും മോനെ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് പ്രശ്നം? പോയിരുന്ന് പഠിക്കൂ എന്ന് നമ്മൾ പറയരുത്. മോനെ നീ കണ്ട മറ്റേ വീഡിയോകൾ എടുത്ത് ചെയ്യടാ, നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ അവന് നമ്മളെ ഇഷ്ടപ്പെട്ടേനെ. മനസ്സിലായ? നല്ലത് പറയുന്നവരെ ഇഷ്ടപ്പെടില്ല. തെറ്റുകൾക്ക് വളം വെച്ച് കൊടുക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ തെറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരെ അവർക്ക് ഇഷ്ടമാണ്. മനസ്സിലായ? അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തു നോക്കാം. മക്കള് കളിക്കാനായിട്ട് കത്തി ചോദിച്ച് തള്ളയെ നമ്മൾ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. കൈ മുറിയും എന്ന് പറഞ്ഞ് കൊടുക്കില്ല. തരത്തില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഒരു വിദ്വേഷം ഉണ്ടാവും. പക്ഷെ അതേസമയം കുഞ്ഞൊന്ന് കരയുമ്പോഴത്തേക്ക് തന്ത ഇങ്ങോട്ട് വന്നിട്ട് അതങ്ങോട്ട് കൂടെ അവൻ കളിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും. ആ സ്പോട്ടിൽ അവൻ്റെ ആഗ്രഹം, അവൻ്റെ ഇഷ്ടം എന്താണോ സാധിച്ചു കൊടുക്കുന്നവരടുത്തായിരിക്കും അവന് സ്നേഹം. കുറച്ച് കഴിയുമ്പോൾ കൈ മൊത്തം മുറിച്ച് വാരി തിരിച്ചു കൊണ്ട് വരുന്ന ആരുടെ അടുത്തേക്കായിരിക്കും? അമ്മ എൻ്റെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞ് സ്വന്തം തള്ളയെടുത്തോട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം സജിനയ്ക്ക് ശരിക്കും അറിയാമെന്നുണ്ടെങ്കിൽ സജിനയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. സജിന ഈ രേണുവിനെതിരെ പറയുന്നവരെല്ലാം നടന്ന് ചീത്ത വിളിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? രേണു കാണിക്കുന്ന ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപരാധം വീഡിയോ. ഇപ്പോൾ എനിക്കത് പറയാൻ താല്പര്യമായിട്ട് നിങ്ങൾ പറയുന്ന വാക്കുകളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ കൂടി പറയിപ്പിച്ചതാണ്. ഈ അപരാധം വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോ ആരുടെയാണെന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ട്. രേണുവിൻ്റെയാണ് ആ വീഡിയോ. ആ വീഡിയോ അങ്ങനെ ചെയ്യുന്നതിന് പ്രതികരിക്കുന്നവരെ നിങ്ങൾ പിന്നെ എന്തിനാണ് ചീത്ത വിളിക്കാൻ നടക്കുന്നത്? നിങ്ങൾ എന്നത്തിനാണ് ചീത്ത വിളിക്കാൻ നടക്കുന്നത്? രേണു ഇങ്ങനെ കാണിക്കുന്ന തെറ്റാണെന്ന് ഞങ്ങൾ പറയുമ്പം നിങ്ങൾ എന്നത്തിനാണ് ചീത്ത വിളിക്കാൻ നടക്കുന്നത്? ഈ ഒരു കാര്യം പറയുമ്പോൾ കുറച്ച് പുറകോട്ടും കൂടെ പോകേണ്ടി വരും. ആ ബിഷപ്പിനെ നിങ്ങൾ എന്തെല്ലാം ഭാഷകൾ പറഞ്ഞു, അദ്ദേഹത്തിന് എത്ര മോശമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അത് സജിനയുടെ ആ ട്യൂണും കളിയാക്കും ഒക്കെ കാണാം. അമ്മാവ എന്ന് വിളിച്ചപ്പം കളിയാക്കി അമ്മാവ എന്ന് വിളിച്ചത് സജിനയ്ക്ക് അങ്ങ് നൊന്തു. അമ്മാവ എന്ന് കളിയാക്കി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ബിഷപ്പിനെ എന്നാണ് പറഞ്ഞത്? മരുന്നിനെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മക്കളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എത്ര മോശമായിട്ടാണ് അദ്ദേഹത്തെ ആ പറഞ്ഞത്. അതൊക്കെ എന്നെ മറന്നുപോയോ? നമ്മളൊരു കാര്യത്തിന് പ്രതികരിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ക്ലിയർ ആയിരിക്കണം. ആ കൊച്ചു ചെയ്ത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആ തെറ്റും കാണും ശരിയും കാണും അതിനകത്ത്. അത് പറയുന്നവർക്ക് പല ന്യായങ്ങളും കാണുമായിരിക്കും. ഒറ്റ കാര്യം ചോദിക്കുന്നുണ്ട്, നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ അതിനേക്കെതിരെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരാളെ തെറി പറഞ്ഞേച്ച് എനിക്ക് വേറൊരാളെ കുറ്റം പറയാനോ അവരെ ന്യായീകരണം പറയാനോ എനിക്കൊരു അവകാശവും ഇല്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ രേണു ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞേച്ച് ഞാൻ അതുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടുകൊണ്ടെന്ന് ഞാൻ വീഡിയോ ചെയ്താൽ എനിക്ക് യാതൊരു അവകാശവും ഇല്ല അത് പറയാനായിട്ട്. അങ്ങനെയുള്ള തോന്നിയാസങ്ങൾ ഞാൻ കാണിച്ചു വെച്ചാൽ എനിക്ക് യാതൊരു അവകാശമില്ല പറയാനായിട്ട്. നിങ്ങളും ആ കൊച്ചുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. കാര്യം ആ കൊച്ച് അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ അതിന് അങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ, ആ കൊച്ച് തെറ്റ് ചെയ്തതിന് അതിനെ ന്യായീകരിച്ചവരെ നിങ്ങൾ തെറി പറയുന്നു. അപ്പം നിങ്ങൾ രേണു ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ തെറി വിളിക്കുന്നതിന് നിങ്ങളെ എന്നതാണ് പറയേണ്ടത്? നിങ്ങൾ ഓടി നടന്ന് എല്ലാവരുടെയും വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നില്ലേ? രേണുവിനെ ആരും ഒന്നും പറയില്ലെന്നും പറഞ്ഞിട്ട് മഞ്ജു ആൻ്റണിയുടെ വീഡിയോ എടുത്ത് നിങ്ങൾ എന്നാലും അവരെ വേണ്ടാത്ത വൃത്തികേടുകൾ അവരെ പറഞ്ഞു. രേണുവിനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, രേണു നിങ്ങളുടെ ആരാണ്? ഇനി നിങ്ങൾക്ക് അതുപോലുള്ള ആത്മ സുഹൃത്തുക്കളാണെങ്കിൽ അവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് നിങ്ങളുടെ ക്ഷമ വരെ വിട്ട് നിങ്ങൾ പ്രതികരിച്ച് പോയില്ലേ? നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവളായിട്ട് പോലും. അപ്പോൾ അങ്ങടെ ആരും അല്ലാത്ത ഒരാളെ പറ്റി പ്രതികരിക്കുന്നത് നിങ്ങൾ എന്നതിന്. പിന്നെ ഒരു കുഞ്ഞിൻ്റെ കൈ പിച്ചാത്തി എടുത്ത് കൊടുക്കുമ്പം അത് കൈ മുറിയുമെന്ന് അമ്മ പറഞ്ഞാൽ ചൊവ്വുള്ള ഒരു തന്തയാണെങ്കിൽ അത് കൊടുക്കണ്ടാടിയും തന്നെ പറയത്തുള്ളൂ.
അത് കൊടുക്കണ്ട എന്നേ പറയത്തുള്ളൂ. അല്ല തന്ത മോൻ എടുത്തോണ്ട് പൊക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുകയില്ല. അങ്ങനെയുള്ള ഉപമയൊക്കെ പറയാതെ ആ കൊച്ചിൻ്റെ തന്തയാണെങ്കിൽ ആ പിച്ചാത്തി കൊടുത്തു വിടുകയില്ല. അല്ല കൈ മുറിച്ചു നിങ്ങളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ച് ഓടി എൻ്റെ അമ്മയുടെ അടുത്ത് കരഞ്ഞത് ഇതൊക്കെ പറയുന്ന ആൾ ആരാന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. ഞാൻ നിങ്ങളെ ഇതുപോലെ റിയാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഒരു വീഡിയോയിൽ. പക്ഷെ നിങ്ങളുടെ ഈ സംസാരം ഉണ്ടല്ലോ, ഇത് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. താരതമ്യം ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ പോലും ഇടാൻ മടിച്ചത്. അവൻ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നീ ആരാടാ? നീ ആരാ മോനെ? നീ ആരാ? നിന്റെ വിചാരം എന്താണ്? നിനക്ക് സപ്പോർട്ടായിട്ട് കുറേ അപരാധ വ്ളോഗേഴ്സ് ഉള്ളതാണോ നിന്റെ ധൈര്യം? പിന്നെ സ്വന്തം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയാൽ മതി, ഏത് രീതിയിലായാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയാണ് നിന്റെയൊക്കെ ധൈര്യം. എടാ 10 പേരുടെ ശാപം ഒരുമിച്ച് വരുമ്പോൾ ഒരെണ്ണമെങ്കിലും തലമണ്ടയിൽ പതിക്കും. മനസ്സിലായ? അപ്പം മോൻ്റെ ഏജിലുള്ള നിന്റെ പ്രായത്തിലുള്ള കാര്യങ്ങൾ എടുക്കുക, കണ്ടന്റ് ക്രിയേറ്റർ ആവുക, അതൊക്കെ നല്ല കാര്യമാണ്. സ്മാർട്ട് നല്ലതാണ്. ഓവർ സ്മാർട്ട് ആവാതിരിക്കുക. ഈ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക. അപ്പോൾ കുറേ കുരുപൊട്ടി അമ്മമാരും അപ്പച്ചന്മാരും വന്ന് വയ്ക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നു. സോഷ്യൽ മീഡിയ കാണിക്കുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടില്ല. അതേപോലുള്ള വീഡിയോ ഒക്കെ എന്ത് പ്രതികരിക്കാത്തത്? ഇത്രത്തോളം വരില്ലല്ലോ അത്. പക്ഷെ എന്തുകൊണ്ട്? രേണു എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ റീച്ചാണ്. അത് തന്നെയാണ് കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി അറിഞ്ഞോ അറിയാതെ എന്തേലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവളുടെ പാവങ്ങൾ മൊത്തം ആ തെറ്റ് ചെയ്യുന്ന നിമിഷം തന്നെ ഇല്ലാതായി പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരാൾക്കാരാണ് അന്നപൂർണേശ്വരിയായിട്ട് രേണുസുതിയെ വെച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞൊരു കാര്യം, അപരാധം എടുക്കുന്ന കുറേ വ്ളോഗേഴ്സ് കാണിച്ചത് കുഴപ്പമില്ല പറയുന്നത്. അതാ പറഞ്ഞു, ഇവർ ചെയ്ത മാത്രമാണ് എല്ലാം ശരി, ഇവർ ചെയ്ത മാത്രം പുണ്യപ്രവൃത്തി. പിന്നെ രേണു ചെയ്ത പാവങ്ങൾ തീരുവോ ഇല്ലോ എന്നുള്ളത് കാലക്രമേണ നമുക്ക് കണ്ടറിയാം. എന്നതൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ടോ അതിനെ എല്ലാം എത്രമാത്രം കിട്ടും എന്നുള്ളത് കാലക്രമേണ നമുക്ക് പതിയെ അറിയാം. ഒന്നും ആയിട്ടില്ല. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഴം കൂടും എന്നുള്ളതാണ്, ആ ശക്തിയും കൂടും എന്നുള്ളതാണ്. രേണുവിനെ പറയുന്നവർ തല പ്രാക്ക് വീഴുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? വീഡിയോ സഹിതം തെളിവ് സഹിതമാണ് ഓരോന്നും ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും നല്ലതാണ്, അതങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നിങ്ങളാണ് ഇല്ലേ? അങ്ങനെ അല്ല, ഇങ്ങനെയാണ് രേണുവിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു. രേണുവിനെ മാത്രം ചെയ്യുന്നത് നിങ്ങളേ ഉള്ളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ രേണുവിൻ്റെ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത്. ഞാനൊക്കെ എല്ലാ വീഡിയോയും ചെയ്യുന്നുണ്ട്. എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന എല്ലാ വീഡിയോസും എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ. നിങ്ങൾ മാത്രമേ ഉള്ളൂ രേണു എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തെ ഇങ്ങനെ നിങ്ങളുടെ അന്നപൂർണേശ്വരി ആയിരിക്കും, നിങ്ങളുടെ അന്നപൂർണേശ്വരി തന്നെയായിരിക്കും. ആ പറഞ്ഞത് ശരിയാണ്. അതും ഞങ്ങളുടെ പറയുന്നത് കേട്ട് രേണുവിൻ്റെ വീഡിയോ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ, വേറൊരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലാതെ. ശ്രീതു ചെയ്യുന്നുണ്ട്. ശ്രീതു എല്ലാ വീഡിയോയും മിക്ക വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീതു മിക്ക വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീതു ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോശം വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ശ്രീതുവിന് തെരുവിളിയുടെ അങ്ങേ അറ്റമാണ്. കാര്യം വെച്ചാൽ നിൻ്റെ കൂട്ടുകാരി ചെയ്യുന്ന എന്നടി അത് നീ നോക്കെന്നാണ് പറയുന്നത് ശ്രീതുവിനോട്. വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം ഈ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മമാരുടെ അടുത്ത് അമ്മച്ചിമാരുടെ അടുത്തും കൂടെ ഞാൻ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടാം. എന്തുകൊണ്ട്? ഇതിനും കൂടെ പ്രതികരിക്കുക. ഇതെന്താ ഈ വീഡിയോ കണ്ടിട്ട് നിന്നെ ഒന്നും കണ്ണിപ്പെടുന്നില്ലേ? ഈ വീഡിയോയ്ക്ക് പ്രതികരിക്കടാ. ഈ വീഡിയോകളെടുത്ത് പ്രതികരിക്കുക. എന്ത്? അത് നിങ്ങൾ വീഡിയോ സമ്മതിക്കാതിരിക്കത്തില്ല. കാശ് മതി അവർക്ക്. ഏത് രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്താലും ഇൻകം മതി എന്ന് ചിന്തിക്കുന്നവരാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ നീ ഇങ്ങനെ ഞാൻ ഈ ഇടുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തേ. ഈ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടംപോലെ മോനെ. ഇതൊന്നല്ല, ഒരുപാടുണ്ട്. ഇതൊക്കെ നിന്റെ കണ്ണിൽ പെടുന്നില്ലേ? ഇത് മോശമല്ല. ഇത് നല്ല സ്റ്റാൻഡേർഡ് ആണോ? നിന്റെ കണ്ണിൽ അങ്ങനെയാണോ തോന്നുന്നത്? റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിനക്കൊരു ചെറിയ ഇപ്പോൾ വേറെ ചെറിയ രീതിയിൽ ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ പോയ സമൂഹത്തിനെ മോശപ്പെടുത്തുന്നു, ഞങ്ങൾ വളർന്നു വരുന്ന പ്രതിഭകളാണെന്ന് പറയുന്നത് നിനക്ക് ഇതിനെതിരൊന്നും പ്രതികരിക്കാനില്ലേ? പ്രതികരിക്കുന്നതിന് ഇതിനൊക്കെ പ്രതികരിക്കണം. എന്താ ഇതിൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ലേ? പ്രതികരിക്കേ, ഇതിനൊക്കെ പ്രതികരിക്കടാ. പിന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഇത് കണ്ടിട്ടാണ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ കൊടുക്കണമെന്ന് വിചാരിച്ച് വന്നത്. പറ്റും. ചേച്ചിയുടെ കുറെ പിൻഗാം ചേച്ചിയുടെ പുറകെ പേന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വരെ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ വെച്ച് മാത്രം ഒതുക്കി. നിന്റെ അടുത്ത് ആര് പറഞ്ഞു പേന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ചെല്ലാൻ? ആരാടാ പറഞ്ഞടാ? ചെറുക്ക കുറച്ചൊക്കെ ഒതുങ്ങുമോനെ. ഒരു നിലത്ത് കാല് ചവിട്ടി നിലത്ത് നിൽക്കാദ്യം. ആ കാലം ഇതുകൊണ്ടാണ് ഈ ഒരു ഇത് കണ്ടപ്പോഴാണ്, ഇതും പിന്നെ വേറൊരു കാര്യം കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ഇവരോട് ശരിക്കും റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവർ ഈ കാണിക്കുന്ന ഒരു വീഡിയോ സത്യം ഫുള്ളിയും കണ്ടില്ല കേട്ടോ. ഞാൻ ഈ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന അവിടെ വരെ കണ്ടില്ല. ആ കൊച്ചിൻ്റെ അമ്മേനെ വൃത്തിയോട് പറയുന്നിടം വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് എനിക്ക് കാണാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ഇവർ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ അത്രയും കാണിക്കുന്നില്ല. കാര്യം എനിക്ക് മക്കളുള്ളതാണ്, എനിക്ക് ഒരു ആൺകൊച്ചും പെൺകൊച്ചും ഉള്ളതാണ്. എൻ്റെ മക്കൾ എപ്പോഴേലും എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അമ്മേ ഇതാണോ അമ്മ ഇടുന്നത് എന്ന് എൻ്റെ ചോദിക്കാൻ ഇടയാകരുത്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഞാൻ എൻ്റെ ചാനലിനകത്ത് തന്നെ ഒരു മോശം വീഡിയോസ് ഒരാൾ ചെയ്യുന്നെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ അത്രയും ഭാഗം ഒരു ക്ലിയറായിട്ട് കാണാവുന്ന രീതിയിലല്ല ഞാൻ ഇടുന്നത്. അങ്ങനെ ഞാൻ ഇടാറുള്ളൂ. കാര്യം എനിക്ക് നാണക്കേടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരിട്ട വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെത്ര കച്ചറയാണെന്നുള്ള എൻ്റെ തെളിവാണ്. ആ കൊച്ചിനോട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൊച്ച് തെറ്റ് ചെയ്യരുത്, നീ അങ്ങനെ ആകരുത്, നിൻ്റെ പ്രായം അതാണ്, ഇങ്ങനത്തെ വീഡിയോസ് നീ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വന്ന ആൾ വീഡിയോ സഹിതം വിട്ട് കൊടുത്താണ് ഒരു കൊച്ചിന്.
ഇങ്ങനത്തെ ആ ഒരു വൃത്തികെട്ട വീഡിയോ ഇട്ട് കൊടുത്തേച്ച് ഇത് ചെയ്യാനെന്ന്. ഇവരുടെ സ്റ്റാൻഡേർഡ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി നോക്കിക്കുക. ഒരു കൊച്ചിനെ ഇവർക്ക് ബാക്കിയെല്ലാം ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്ന എല്ലാം കേട്ട് എന്നേലും പറയട്ടെ, ചിലപ്പം രേണുവിനെ പറഞ്ഞതിൻ്റെ അവരുകൊണ്ടായിരിക്കും ഇവർ തന്നെ രേണുവിനെ അവരാദം പിടിച്ച പടത്തിൽ അഭിനയിച്ചു എന്നും പണ്ട് കിടന്ന് വൃത്തിയോട് പറയുന്നുണ്ട്. ഏപ്പടമെന്ന് വരെ ഇവർ പറഞ്ഞാണ് രേണു അഭിനയിച്ചതിന്. ആ അവരിപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഇവരിതിപ്പോൾ എൻ്റെ ചീത്ത വിളിക്കാൻ വന്നാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല സജിന. ഇത്രയും മോശമായിട്ട് ഒരു കൊച്ചിനോട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുക എന്ന് പറയാനുള്ള ക്വാളിറ്റി നിങ്ങൾക്കേ ഉണ്ടാവുള്ളൂ. ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ കൊച്ചു വീഡിയോ ഇട്ടതും എടുത്തതും ഇങ്ങനെ കാണിക്കുന്നതും പറയുന്നൊന്നും അല്ല ഇവരുടെ വിഷയം. രേണുവിൻ്റെ തല പേനുണ്ടെന്ന് പറഞ്ഞു, അതാണ് ഒന്നാമത്തെ വിഷയം. രേണുവിൻ്റെ തല പേനുണ്ട്, പരസ്യം ചെയ്യാൻ. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സജിനയൊക്കെ അവരെ കളഞ്ഞിച്ച് പോയി എന്ന് ഈ കൊച്ചു പറഞ്ഞു. ആ ചേച്ചി ഇനി അവർ ഞങ്ങളൂടെ വന്ന് ചേർന്നു, പക്ഷെ ഞങ്ങളത് സ്വീകരിക്കുകയില്ല, ഇതാണ് പറഞ്ഞത്. ആ ഒരു കൊച്ചു പോലും അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇവർക്ക് വന്ന നാണക്കേട്. അതിനാണ് ഇവർ ഇത്രയും എടുത്ത് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കിനി ബാക്കി വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. വരാൻ പറ്റും. ചേച്ചിയുടെ കുറെ പിൻഗാമികളുണ്ടല്ലോ, അവർക്കൊക്കെ വരാൻ പറ്റുമായിരിക്കും ഇതിന്റെ പരസ്യം ചെയ്യാനും, അല്ലാതെ ഇതേ വിട്ട് ധൈര്യപൂർവ്വം. പക്ഷെ പ്രശ്നം അതല്ല, അവര് വരുന്നൊരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. അവരും വന്ന് മടുത്ത് രേണിച്ചേച്ചിയുടെ ഇപ്പോഴില്ലെന്ന് നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? കുറെ നടന്ന് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കണ്ട് അവരും എടുത്തു. അവരും ഇപ്പൊ ഞങ്ങളുടെ കൂടെ തിരിഞ്ഞേക്കുക രേണിച്ചേച്ചിക്ക് എതിരായിട്ട്. എന്തായാലും രേണിച്ചേച്ചി പഠിക്കണ്ട കേട്ടോ, അവരെന്തായാലും ഞങ്ങളുടെ കൂടെ കൂട്ടത്തില്ല. കാരണം പറയുമ്പോൾ ചില സമയം അവർ നീ ആരാടാ ഞങ്ങളെ കൂടെ കൂട്ടത്തില്ലെന്ന്? നിന്റെ കൂടെ കൂടാൻ ആര് വന്നു? നീ ആരെന്നാടാ നിന്റെ വിചാരം? എടാ പൊന്നു മോനെ, കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. ആരുടെ രേണു സുധിയുടെ ബാക്കിയുള്ളവരുടെ നഗ്നമായ വീഡിയോ കണ്ടാലും നീ അതിനൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ സാധനങ്ങൾക്കാണ്, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ നിന്റെ കൂടെ കൂടാൻ വരെ നീ ആരാടാ? നീ ആരാ? ഞാൻ ഇവരുടെ വീഡിയോ ഇവിടെ വരെയേ കണ്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതുകൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അവരാ പറഞ്ഞ വർത്തമാനം. ഇവളും ഒരു അമ്മയല്ലേ, ഇവർക്ക് 2 മക്കളില്ലേ? പുറത്തുനിന്ന് ഒരാൾ വന്നേച്ച് നിന്റെ അമ്മയുടെ വട നീ ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചാൽ അവളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കേസ് കൊടുക്കാൻ പോകുന്നെന്നോ കേസ് കൊടുത്തെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ കേസ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കണം തന്നെ ഞാൻ പറയുന്നു. കാര്യം ഇപ്പോൾ ശ്രീതു വന്നിട്ടുണ്ട്, വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഈ തെളിവുണ്ട്, ഞങ്ങൾ മറ്റതുണ്ട്, മറിച്ചുണ്ട്, തമിനയിലുണ്ട്, ഇതുണ്ടെന്ന്. ഒരു തമിനയിൽ ഇടുന്നത് അത് കൊള്ളത്തില്ല, അത് നമുക്ക് പബ്ലിക്കിലേക്ക് ഇതാക്കാൻ പറ്റുന്നതല്ലെങ്കിൽ യൂട്യൂബ് അത് പെൻഡിങ് വെക്കും. അതിന് പരസ്യം ഇതാക്കത്തില്ല. പബ്ലിക്കിലേക്ക് നമുക്ക് ഇടാം, പക്ഷെ പരസ്യം ആകത്തില്ല. എന്നാണ് ഇതിനകത്തിരുന്ന എല്ലാ വീഡിയോസും എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും മോശപ്പെട്ട ഒരു ഇത് വെച്ചുകൊണ്ട് അവൻ പൈസ ഒരു ആർത്തി ഉള്ളതുകൊണ്ടാണ് അവൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ അങ്ങനെ ഒരു ഇത് വെച്ച് ചെയ്യുമോ? ഇനി തമിനയിൽ ഇടുന്നു, ഇട്ട ഫോട്ടോകളില്ലേ, അല്ല ഞാൻ ഈ പറഞ്ഞ രഹസ്യമായിട്ട് പോയി എടുത്ത ഫോട്ടോസൊന്നും അല്ലല്ലോ, രേണു അറിയാതെ പോയി രഹസ്യമായിട്ട് എടുത്ത ഫോട്ടോസൊന്നും അല്ലല്ലോ. നീ ഇങ്ങനെ കിട്ടാതായി കഴിഞ്ഞാൽ നിൻ്റെ അമ്മയുടെ ഇവരെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാതാക്കേണ്ടത്. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ രേണു കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് മൊത്തം ഇവർ കൊട പിടിക്കുന്നുണ്ട്. അത് എതിർക്കുന്നവരെ മാത്രം മോശക്കാരെ, അവർ മാത്രം വൃത്തികേടുകൾ പറയുന്നു, അവർ തോന്നിയാസം പറയുന്നു, അവരുടെ തല രേണുവിൻ്റെ പ്രാക്ക് വീഴുന്നു. ഒരു കുന്തം വീഴത്തില്ല, ഒരു കുന്തം 6 തലയിൽ ഒരു പ്രാക്കം വീഴത്തും പോകുന്നില്ല. ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതുപോലെ കൂടെ പഠിക്കുന്ന പിള്ളേരെടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൂടെ പഠിക്കുന്ന പിള്ളേരെ ഇവൻ ഏത് കണ്ടുകൊണ്ടായിരിക്കും ഈ 16 വയസ്സുള്ളൊരു കൊച്ചിനെ പറഞ്ഞതാ. ആ കൊച്ചിന് ഇങ്ങനത്തെ ഒരു ദൃശ്യമുണ്ടോ ഇല്ലെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? സെക്സ് വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അതൊക്കെ സൂം ചെയ്ത് വെച്ചാണ് കൂടി ഇരിക്കുന്ന പിള്ളേരുടെ വട നോക്കാനായിട്ട്. എത്ര മോശമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അറിയാം. ഇത് എന്നാത്തിന് കിടന്ന് ഇളകി മറിഞ്ഞെന്ന് എനിക്കറിയാൻ മേല. ഇനിയിപ്പോൾ നോക്കി ഇത് പ്രശ്നമാകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഈ വീഡിയോ ഇവർ മുക്കി വെച്ച് ഇവരിനെ ബാക്കിയുള്ളവരെ തെറി പറയാൻ വരും. അതാണ് ഇവരുടെ സ്വഭാവം. സ്വന്തമായിട്ടൊരു ഞാൻ ഇച്ചിരി ഞാൻ സത്യം പറയാം ഇവരെ അൺസബ്സ്ക്രൈബ് ചെയ്തോളാം. സത്യം പറയാം, ഞാനിവരെ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. ഇവരുടെ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഡയലോഗ് കേട്ടതുണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ സൗണ്ട് വെച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്ത് കഴിച്ച് മറ്റൊരാൾ കേട്ടാൽ തന്നെ എത്ര നാണക്കേടാണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് ഓർത്ത്. ആ കൊച്ചിൻ്റെ അമ്മയെ പറഞ്ഞേക്കുന്നതാണ്. അമ്മയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ ആ ഭാഷ അവന് എന്തെങ്കിലും ചെയ്തിട്ട് അവനെ വഴക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മ സപ്പനെ ശ്രദ്ധിക്കുന്നില്ലേ ചോദിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് മാന്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നുമല്ല രേണുവിൻ്റെ ഫോട്ടോ ഇട്ടതോ വീഡിയോ ഇട്ടതോ ഒന്നുമല്ല പ്രശ്നം വന്നത്. ഒന്ന് തല പേനുണ്ടെന്ന് പറഞ്ഞത്, രണ്ടാമത് അവരെ കളഞ്ഞേച്ച് വന്നു എന്ന് രേണുവിൻ്റെ അടുത്ത് പറഞ്ഞ് ഇതായിട്ട് നിങ്ങൾക്ക് ഇനിയും പണി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. രേണുവിൻ്റെ കൈ നിങ്ങൾ കഴിഞ്ഞ ദിവസം ലൈവിൽ കണ്ണ് നിറഞ്ഞായിരുന്നല്ലോ, ഇല്ലേ? കണ്ണ് നിറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ, ഞാൻ കണ്ടതാണ് ലൈവ്. നിങ്ങൾ ശ്രീതു കരഞ്ഞൊന്നുമില്ല, ശ്രീതു പുല്ലേന്ന് പറഞ്ഞായിരിക്കുന്നത്. ശ്രീതുവിന് ഇതൊന്നൊരു വിഷയമല്ല. ശ്രീതു ഈ നിമിഷം രേണു ചെയ്തതിന് ശ്രീതു ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു. ശ്രീതു കൊച്ചിനെ പറയുന്നുണ്ട്, പക്ഷെ ശ്രീതു വൃത്തിയായിട്ട് ഒരു വാക്കുകൾ ശ്രീതു പറയുന്നില്ല. ശ്രീതു മോശമായിട്ട് പറയുന്നില്ല. ശ്രീതു പറയുന്നത് രേണു ചെയ്ത് തെറ്റാണ്, അത് ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്.
പക്ഷേ ഇങ്ങനത്തെ വീഡിയോ ഈ പ്രായത്തിലുള്ള ഒരു കൊച്ചു ചെയ്യാൻ പാടില്ല എന്നാണ് ശ്രീതു പറയുന്നത്. ഇതുപോലുള്ള ഭാഷയും ശ്രീതു പറയുന്നില്ല. ഞാൻ ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്യുമല്ല, ശ്രീതു അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇനി നിങ്ങൾ കരയാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പൊട്ടി കരയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ എന്നോട് പറയായിരിക്കും നീ കണ്ണുനീര് ഉറയ്ക്കാൻ വരണ്ടാന്ന്. എനിക്ക് പിന്നെ അതിനല്ലേ നേരം, എനിക്കിവിടെ വേറെ പണിയുണ്ട്. എന്നെ ആണെങ്കിലും ഒരു ഇത്രയൊക്കെ വേണ്ടതിനെ മനപ്പത്തേക്കുണ്ട്. ഇതിനെതിരെ ഒന്ന് എതിർക്കണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നത്. ഇതിനകത്ത് ഈ വൃത്തികെട്ട വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നെ പറയാനായിട്ടാണ്. നമ്മൾ ഇതൊക്കെ കുറച്ച് ഇവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്നതിലൊക്കെ നമുക്ക് സ്വയം മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ല. ഇതിനൊക്കെതിരെ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കൊരു മനസാക്ഷി. നിങ്ങൾ പറയുന്നു ചാനൽ തുടങ്ങില്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കമൻറ്റ് ഇടാൻ വരുന്നവർ മൊത്തം ചാനൽ തുടങ്ങിയാൽ മതിയല്ലോ. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മൊത്തം ഈ എതിർക്കാൻ വരുന്നവർ മൊത്തം ചാനൽ തുടങ്ങിയാൽ മതിയല്ലോ. വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ടാണ് കൂട്ടുകാരി കൊണ്ട് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് പണ്ട് ഞാൻ പറഞ്ഞത്, താൻ ആരെന്നറിയണമെങ്കിൽ തൻ്റെ കൂട്ടുകാരാരെന്നറിയണമെന്ന്. ഇപ്പോൾ രേണു ഇങ്ങനെയാണെന്ന് കാണിക്കുന്നിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ അല്ലേ കൂട്ട്, എങ്ങനെ അവർ ശരിയാകാൻ പോകുന്നില്ല. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.